ഇവിടെ ഒരു പെൺകുട്ടി അവളുടെ ബർത്ത്ഡേ ദിവസം അച്ഛനെ തിരക്കി ചെല്ലുന്ന സമയത്ത് അവളുടെ അച്ഛനെ അവളെ മറ്റൊരു സ്ത്രീയുമായിട്ട് കാണുന്നു. അത് വേറെ ആരുമല്ല, ഇവളുടെ അമ്മയുടെ ഫ്രണ്ട് തന്നെയാണ്. ഉടനെ തന്നെ ആ കുട്ടി അമ്മയുടെ അടുത്ത് അത് പറയാനായിട്ട് ഇറങ്ങി ഓടുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അച്ഛൻ പുറകെ വന്ന് ഈ കുട്ടിയെ പിടിച്ചു വെക്കുന്നു. എന്നാൽ ഈ കുട്ടി അമ്മ എന്ന് വിളിക്കുന്നത് അവളുടെ അമ്മ യഥാർത്ഥത്തിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അവളത് തനിക്ക് തോന്നിയതായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവര് രണ്ടുപേരും കൂടി ഈ കുട്ടിയെ പിടിച്ചു വെച്ച് ഈ കാര്യം നിങ്ങളുടെ വൈഫ് അറിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാം, അതുകൊണ്ട് ഈ കുട്ടി അങ്ങ് കൊന്നു കളയാമെന്ന് ആ ഫ്രണ്ട് പെണ്ണ് ഇവനോട് പറയുന്നു. ഇവൻ ആദ്യം അടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ പറയുന്നത് കൊണ്ട് തന്നെ രക്ഷപ്പെടാനായിട്ട് ആ കുട്ടി ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. അപ്പോഴേക്കും ഈ കുട്ടിയുടെ അമ്മ കുട്ടിയെ തിരക്കി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ അവരത് മനസ്സിലാക്കി ആ ഫ്രണ്ട് പെണ്ണ് ഈ കുട്ടിയെടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്നു. കുട്ടി മുകളിൽ നിന്ന് വീഴുന്നത് കണ്ട് അതൊരു ആക്സിഡന്റ് ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ഈ കുട്ടിയുടെ അച്ഛൻ ഓടിയെത്തി ഒന്നും അറിയാത്ത പോലെ സ്വന്തം മകളെ കൊന്നിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആ അമ്മയ്ക്ക് അത് താങ്ങാനേ കഴിഞ്ഞില്ല. കാരണം സ്വന്തം മകളുടെ ബർത്ത്ഡേ ദിവസം തന്നെയാണല്ലോ ഇത് സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ ആളുകൾ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ ബോഡി ഇവൾ അവസാനമായിട്ട് കാണുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ ഒരു ഡ്രസ്സിന്റെ സ്റ്റോൺ ഇരിക്കുന്നത് ഇവളെ കാണുന്നു. അതോടുകൂടി ഇതൊരു ആക്സിഡന്റ് അല്ല എന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നു.